പാമ്പിന് താങ്കൾ കാലുണ്ടായെന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞു. പാമ്പിന് കാലുണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെയാണ്? രണ്ട് കാലം. അതാ ഈ ഡ്രാഗനെ പോലെ 2 കാല് ഫ്രണ്ടിലും 2 കാല് ബാക്കിലുമായിട്ട് ഇങ്ങനെ 4 കാലം പട്ടീനെ പോലെ. അതിപ്പോ ഓരോ പാമ്പിന് നമുക്ക് ഓരോ ടൈപ്പ് കൊടുക്കാം. 2 കാലുള്ളതാക്കാം, 4 കാലുള്ളതാക്കാം. വേണമെങ്കിൽ ഒരു 8 കാലുള്ള 8 കാലി പാമ്പ് നോക്കാം. വല വിടുവത്? വലവിടത്തില്ല, വിഷം ഇടുന്നതായിട്ട് കൂട്ടാം. ഒരു 1.5 പാമ്പായിരിക്കും. അതിപ്പോ എങ്ങനെയൊക്കെ കയറി വരുമോന്നുള്ളതാണ്. അതാണ് ഡോറ് വരെ തുറന്നകത്ത് കയറി അതാണ് ഒന്ന് തട്ടും ഡോറിലില്ല, അല്ലെങ്കിൽ കോളിംഗ് ബെല്ലടി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് തുറന്നു നോക്കുന്നു ഒറ്റ കൂത്തി അത് ശരിയാണ്. കണ്ണിന്. ഓ അത് പിന്നെ നമ്മളെ ഓടിക്കും പുറകെ. പിന്നെ ഓടി ചാടി മതിലാടിയൊക്കെ വരും ഈസി ആയിട്ട്. കുറ്റിയിട്ട കുറ്റി, ഡോറിന്റെ കുറ്റിയൊക്കെ കുറ്റി കഴിക്കും. എന്തൊക്കെ കാണിക്കുന്നത്? അത് വേണ്ട. അങ്ങനത്തെ ഒരു ജീവി നമ്മൾ സങ്കല്പിക്കാൻ വേണ്ട. മോശം, വളരെ മോശം. മോശം അഭിപ്രായം എനിക്ക് അതിനെപ്പറ്റി. ഈ അട്ടയുടെ അവസ്ഥ എത്ര 112 കാലം കണ്ടില്ലേ പുള്ളിക്ക്? 1000 കാലം എന്നല്ലേ പറയുന്നത്? 1000 എത്രയോ കാലം. ഈ കാലെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു കാലം കൂട്ട് കഴിയുമ്പോ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വെക്കുന്ന അട്ടയുടെ ആ ഒരു കഴിവുണ്ടല്ലോ. അത് സത്യമാണ്. 2 കാലം ഉണ്ടായിട്ട് തന്നെ ഞാൻ തട്ടിയടിച്ച് വീഴും. അട്ട തട്ടിയടിച്ച് വീഴാത്ത എന്താണ്? അതാണ് കറക്റ്റ് ഒരു കാലം വെക്കുമ്പോ അടുത്ത കാലം ഫ്രണ്ടിലോട്ട് മറ്റേ തോന്നുന്നതേ. ഈ അട്ട നമ്മൾ തൊടാൻ തട്ടയിന് ചുരുളത്തില്ലേ, എനിക്ക് ഇത് ബാലൻസ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാലില്ലേ, നമ്മള് തട്ടാൻ നേരത്ത് എല്ലാ കാലും കൂടെ തട്ടി അടിച്ച് ചുരുണ്ടങ്ങ് വീഴും. ചുരുണ്ട് പോണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാവും. ആ അട്ട ഇങ്ങനെ വീഴും ചുരുളുന്നു. നമുക്കൊരു 4-5 കാലുണ്ടായിരുന്നു, നമ്മളും ചുരുണ്ടേനെ. ഭാഗ്യത്തിന് നമുക്ക് 2 കാലേ ഉള്ളൂ. ഈ മദ്യപിച്ച് ലക്കിയിട്ടവർക്ക് ചുരുണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ കാല് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവരടിച്ച് പാമ്പ എന്ന് പറയുന്നതിനെ കേട്ട് അടിച്ച് അട്ട എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, ആപ്റ്റ് ആയിട്ടുള്ള വാക്യം. തീർച്ചയായിട്ടും. കാരണം പാമ്പ് അങ്ങനെ ചുരുണ്ട് കിടക്കത്തില്ല. പാമ്പ് ഇഴഞ്ഞു പോകത്തില്ല.